ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എപ്പോൾ കോൺടാക്ട് ചെയ്താലും അവർ ഭയങ്കര റീച്ചബിൾ ആണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഞാൻ ഡോക്ടർ ബിൻസ് ജോർജ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണ്. കോതമംഗലത്ത് TVJ ഹോസ്പിറ്റലിൽ പീക്ക് എന്ന ക്ലിനിക്ക് റൺ ചെയ്യുകയാണ്. സോളാർ വയ്ക്കാൻ പ്രധാന കാരണം കറണ്ട് കൺസപ്ഷൻ നന്നായിട്ട് കൂടുതലായിരുന്നു. പിന്നെ ഇലക്ട്രിക് ഐറ്റംസ് ഉപയോഗിക്കുന്നുണ്ട്, അതിൻ്റെ കൺസപ്ഷൻ വളരെ കൂടുതലായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് സോളാർ വയ്ക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് ഏകദേശം 3000-നടുത്ത് 3500 ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. സോളാർ വയ്ക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ ഞാൻ ഒത്തിരി എൻക്വയറി നടത്തി. നമ്മൾ സാധാരണയൊക്കെ യൂട്യൂബിലൊക്കെ ഇതിനെപ്പറ്റി പഠിക്കുമല്ലോ. അപ്പോൾ എൻക്വയറി നടത്തിയതിന് ശേഷം ഞാനൊരു 3-4 ടീംസായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് സംസാരിച്ചു, ഇവരായിട്ട് ഡയറക്റ്റ് കോൺവെർസേഷൻ ഉണ്ടായി. അപ്പോൾ എനിക്ക് കൺവിൻസിങ് ആയിരുന്നില്ല അവരുടെ ഇത്. പിന്നെയാണ് റെൻബോട്ടിലെ ഡോക്ടർ അരുണായിട്ട് കണക്റ്റഡ് ആയത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വളരെ കൺവിൻസിങ് ആയിട്ട് ഇത് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളെ അവതരിപ്പിച്ചു. ഇതെങ്ങനെയാണ് ബൈഫേഷ്യൽ, എങ്ങനെയാണ് ഇതിന് ശേഷം എങ്ങനെയായിരിക്കും പ്രൊഡക്ഷൻ, അത് ഭയങ്കര ലോജിക്കലായിരുന്നു. അതിനകത്ത് എനിക്ക് കൺവിൻസിങ് ആയിരുന്നു. അതിനുശേഷം ഞാൻ റെൻവോൾട്ടായിട്ട് മുന്നോട്ട് പോയി. അവർ വളരെ സപ്പോർട്ടീവായിട്ട് അത് ചെയ്തു തന്നെ. പ്രത്യേകിച്ച് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ ഒരു കാര്യവും ഞാൻ ചെയ്തിട്ടില്ല. അതെല്ലാം റെൻവോൾട്ട് അവരാണ് ചെയ്തു തന്നെയാണ്. ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എപ്പോൾ കോൺടാക്ട് ചെയ്താലും അവർ ഭയങ്കര റീച്ചബിൾ ആണ്. എനിക്ക് പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല.